ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളൊരു ഒരു കുറച്ച് കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താനെ സബ്സ്ക്രൈബേഴ്സും അതേപോലെ വ്യൂസ് വാച്ചേഴ്സ് എല്ലാം താനെ വരും. അപ്പം നമുക്ക് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസും വാച്ചേഴ്സും സബ്സ്ക്രൈബേഴ്സും എല്ലാം താനെ വന്നോളും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ. അതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടാലോ. കമോൺ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതേപോലെ നമ്മൾ ഫസ്റ്റിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ നല്ല ഹൈ ക്വാളിറ്റി പോലെ എടുക്കാം. ഇപ്പം നമ്മൾ സാധാരണ ക്യാമറയിലാണ് എടുക്കുന്നതെങ്കിലും നല്ല സൺലൈറ്റും അതേപോലെ പ്രകാശമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു നല്ല ക്വാളിറ്റി രീതിയിൽ നമുക്ക് വീഡിയോ കിട്ടാൻ ശ്രമിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ക്വാളിറ്റി ആയിട്ട് വെട്ടത്തിലൊക്കെ എടുത്ത് വെച്ച വീഡിയോ നല്ല അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് രണ്ടെണ്ണമാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള അപ്ലോഡ് ചെയ്യേണ്ട രീതി നോക്കാം. അപ്പം ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ട് എന്ന ആപ്പിലാണ്. അപ്പം എൻ്റെ ഒരു വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കതാണ് നല്ലതായിട്ട് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ആപ്പ് നല്ലതായിട്ട് തോന്നുന്നത്, ആ ആപ്പിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഇനി നമുക്ക് നേരെ കടക്കാം. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയയിലേക്ക് നമുക്ക് നടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. അവിടെ കുറച്ച് താഴെ ഹോം, ഷോർട്സ്, പിന്നെ പ്ലസ്, സബ്സ്ക്രിപ്ഷൻ, എന്ന കുറച്ച് ഓപ്ഷൻസ് താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം താഴെ വീണ്ടും വീഡിയോ, ലൈവ്, പോസ്റ്റ്, ഷോർട്സ് എന്നൊക്കെ കാണും. അപ്പം അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നാണ്. അപ്പം നമുക്ക് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വീഡിയോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ ഗാലറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാടായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും എല്ലാം ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരു വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഇത് സെലക്ട് ചെയ്തു. ആ സമയം ആ വീഡിയോ എടുത്ത് കാണിക്കും. അന്നേരം അതിൻ്റെ അടുത്തായിട്ട് എഡിറ്റ് ഇൻറ്റു എ ഷോർട്സ്, നെക്സ്റ്റ് എന്നൊരു രണ്ട് ബട്ടൺസ് കാണും. അപ്പോൾ അവിടെ നിന്ന് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറേ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇതും ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇത് നമുക്ക് നല്ല ശ്രദ്ധാപൂർവ്വം സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്തെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പോവും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു വാച്ചേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടാൻ പാടായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഒരു നമ്മുടെ വീഡിയോസിൻ്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പായിട്ടുള്ള ഭാഗം കാണും. അവിടെ നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട, അതൊക്കെ അവസാനമാണ് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് ടൈറ്റിൽ കൊടുക്കണം. നമ്മളിപ്പം എന്ത് ടൈപ്പാണ് വീഡിയോ ഇതിൽ ചെയ്യേണ്ടത് ആ ടൈപ്പ് വീഡിയോ ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ കുക്കിംഗ് ആണെങ്കിൽ ഇപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഹൗ ടു മേക്ക് ചിക്കൻ കറി അറ്റ് ഹോം, അങ്ങനത്തെ ഒരു ഇതൊക്കെ ആയിട്ട് കൊടുക്കുക. ഞാനിപ്പം നമ്മുടെ വീഡിയോയുടെ ക്യാപ്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. ഈസി വേ ടു അപ്ലോഡ് ലോങ് വീഡിയോ എന്ന് ഫസ്റ്റ് ഇംഗ്ലീഷ് കൊടുക്കാം. പിന്നെ അതേ രീതിയിൽ തന്നെ മലയാളം കൊടുക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് എല്ലാ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതുമ്പം നമ്മൾ വീഡിയോസ് കാണുന്നവർ ഫസ്റ്റ് ക്യാപ്ഷൻസ് നോക്കിയിട്ടാണ് എടുക്കുന്നത് അല്ലേ. അപ്പം അവർക്ക് കുറച്ച് ക്യാപ്ഷൻ അട്രാക്റ്റീവായിട്ട് തോന്നണം. അപ്പം നല്ല രീതിയിൽ ക്യാപ്ഷൻ കൊടുക്കുക. പിന്നെ അതേപോലെ
നമ്മുടെ ഏറ്റവും ക്യാപ്ഷന് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിൻ്റെ പേരൂടെ ഒന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ അവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ അതൊക്കെ നമുക്ക് അവസാനം ചെയ്യാം. പിന്നെ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് ഉണ്ട്: പബ്ലിക്, അൺലിസ്റ്റഡ്, പ്രൈവറ്റ്. അപ്പോൾ അത് നമുക്ക് ആദ്യം അൺലിസ്റ്റഡ് ആയിട്ട് കൊടുക്കാം. അൺലിസ്റ്റഡ് ആയിട്ട് കൊടുത്ത ശേഷം ലൊക്കേഷൻ വേണ്ടവർക്ക് ലൊക്കേഷൻ കൊടുക്കാം. ഇപ്പം ഞാൻ കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഏതെങ്കിലും പ്ലേലിസ്റ്റിലേക്ക് ആക്കണമെങ്കിൽ അതും ആക്കാം. പിന്നെ അലോ ഓഡിയോ ആൻഡ് റിമിക്സിങ് എന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് ഞാൻ ഡോണ്ട് അലോ റിമിക്സിങ് എന്നാണ് കൊടുക്കുന്നത്. ബാക്കി 2 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റിമിക്സിങ്. അതെന്ന് പറയുന്നത് ഇപ്പം എൻ്റെ വീഡിയോ വേറൊരാൾക്ക് ഓഡിയോയും വീഡിയോയും എല്ലാം റിമിക്സ് ചെയ്ത് അവരുടെ ചാനലിലേക്ക് അയക്കാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ അലോ ഓൺലി ഓഡിയോ റിമിക്സിങ്. അവർക്ക് എൻ്റെ ഓഡിയോ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, വീഡിയോ പറ്റില്ല. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഡോണ്ട് അലോ റിമിക്സിങ് എന്നാണ് കൊടുക്കുന്നത്. അപ്പം മറ്റുള്ളവർക്ക് എൻ്റെ ഓഡിയോയും വീഡിയോയും ഒന്നും റിമിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഓഡിയോ റിമിക്സിങ് ഡോണ്ട് അലോ റിമിക്സിങ് എന്നാണ് കൊടുക്കുന്നത്. ദെൻ ആഡ് പ്രൊമോഷൻ ലേബൽ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ഓൾട്ടർനേറ്റ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നോയാണ് കൊടുക്കുന്നത്. ദെൻ കമൻറ്റ് സെക്ഷൻ ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം, അല്ലെങ്കിൽ ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. ഞാൻ ഇവിടെ ഓഫാണ് ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് നേരെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ 2 ഓപ്ഷൻസ് കാണും. യെസ് ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ്, നോ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ കിഡ്സ്. അപ്പം ഞാൻ ഇവിടെ നോയാണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ വീഡിയോയുടെ കണ്ടൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. ദെൻ നമ്മൾ അപ്ലോഡ് വീഡിയോ എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമ്മുടെ ചാനലിൽ യു എന്ന് കൊടുത്തിട്ട് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ അപ്ലോഡ് ആവുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്കി എല്ലാം നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോ ആപ്പിലാണ്. അപ്പോൾ ആരെങ്കിലും വൈറ്റ് സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ആക്കുക. ബാക്കിയായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ അതിനാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് നേരെ വൈറ്റ് സ്റ്റുഡിയോ ആപ്പ് ക്ലിക്ക് ചെയ്യാം. വൈറ്റ് സ്റ്റുഡിയോ ആപ്പ് ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്ന കാണാം. ആ ഒരു വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് അവിടെ തൊട്ട് സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ വെക്കും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ താഴെ 2 ഓപ്ഷൻസ് വരും: ഷെയർ വീഡിയോ, എഡിറ്റ്. അതിൽ നിന്ന് എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു സംഭവമില്ലേ, അത് വീണ്ടും കാണാനായിട്ട് പറ്റും. കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇനിയായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനും തമ്പിനിയിലും എല്ലാം ഇനിയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ കൊടുത്തില്ലേ, അത് നമ്മളൊന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്യാം. പിന്നെ കുറേ #ടാഗ്സ് കൊടുക്കാം. നമ്മുടെ വീഡിയോ ആയിട്ട് ഉള്ളതും പിന്നെ അതേപോലെ നമുക്ക് എന്തൊക്കെ ക്യാപ്ഷൻസ് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം # ഇട്ടിട്ട് ക്യാപ്ഷൻസ് കൊടുക്കുക. ഏകദേശം നല്ലൊരു കൂടുതലായിട്ടുള്ള ക്യാപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ബാക്കിൽ പോവാം. അതിനുശേഷം നമുക്ക് തമ്പനിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഒരു പിക്ചറിൻ്റെ ഭാഗമുണ്ട്, അവിടെ ഒരു തൊട്ട് സൈഡിലായിട്ട് ഒരു ഗാലറിയുടെ ഒരു സംഭവമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ എഡിറ്റ് ചെയ്ത തമ്പനിയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് അതവിടെ ആയി കിട്ടുന്നതാണ്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ്, ഷോർട്സ്, റിമിക്സിങ്, കാറ്റഗറി ആൻഡ് മോർ എന്ന ഓപ്ഷൻ താഴെ ഏറ്റവും ലാസ്റ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ആ സമയത്ത് കുറേ ഉണ്ട്. പിന്നെ ഫസ്റ്റ് കിടക്കുന്ന ആഡ് ടാക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് ഫസ്റ്റിൽ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ വീഡിയോ ആയിട്ട് ഉള്ളത് ഞാനിപ്പോൾ യൂട്യൂബിനെ കുറിച്ചുള്ള അപ്പോൾ അങ്ങനത്തെ കൊടുക്കുക. ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ അതിനെക്കുറിച്ചും ക്രാഫ്റ്റ് ആണെങ്കിൽ അതിനെക്കുറിച്ചും അങ്ങനത്തെയൊക്കെ ടാക്സ് ആയിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിസിബിലിറ്റി എന്നൊരു ഓപ്ഷനിൽ അൺലിസ്റ്റഡ് ആണല്ലോ കൊടുത്തത്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ചെന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഷെഡ്യൂൾ ചെയ്യാം. ഞാൻ ഇപ്പോൾ 12 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലോ, അപ്പോൾ ആ ഒരു സമയം നമുക്ക് അവിടെ ഷെഡ്യൂൾ ചെയ്തിട്ട് സേവ് ചെയ്യാം. ആ സമയം ആ ഒരു 12 മണിയാകുമ്പോഴേക്കും ആ വീഡിയോ തന്നെ അപ്ലോഡ് ആയിക്കോളും യൂട്യൂബിൽ.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഈസി വേ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താനെ വ്യൂസും അതേപോലെ വാച്ചേഴ്സും എല്ലാം നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇനി ആരും എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല, വാച്ചേഴ്സ് കിട്ടുന്നില്ല എന്നൊന്നും പറയണ്ട. ഇപ്പം തന്നെ ഞാൻ പറയുന്ന പോലെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.